പുലിക്കാട്ടിൽ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും കാത്തുരക്ഷിക്കാൻ ഈ മകന് കെൽപ്പ് തരണേ. ഫസ്റ്റ് ഡോർ ഓപ്പണിംഗ് ടെസ്റ്റ് ആണ്. ഒരു വണ്ടിയുമ്പോ കയറുമ്പോ ആള് ഫസ്റ്റ് എനിക്ക് ഡോർ ഓപ്പൺ ചെയ്ത് തന്നിട്ട് ആളിനെ ഫസ്റ്റ് ഗേറ്റിലാണ്. മാമനോടൊന്നും തോന്നല്ലേ? എന്തെങ്കിലും പറയാനുണ്ട് സ്പോട്ടിൽ തന്നെ പറയണം കേട്ടാ. ചുമ്മാ മനസ്സിലിരിക്കില്ല. അണ്ണ സ്നേഹം കൊണ്ട് പറയണം കേട്ടാ. ഇങ്ങനെയുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാൻഡ്സ് ഓൺ മീ ഓൾവേസ് ആണ്. ഏത് സിറ്റുവേഷനിലും ആളിന്റെ കൈ ഹോൾഡ് ചെയ്യുന്നതാണ്. ഓഫ് കോഴ്സ് ആള് പല വഴിയും കണ്ടെത്തും എന്റെ കൈ ഹോൾഡ് ചെയ്യും. സേവന മനോഭാവമുള്ള ഒരുത്തനെ എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ അല്ലേ അൺഎക്സ്പെക്ടഡ് ടെസ്റ്റ് അവിടെ നടന്നു. വേണ്ടാത്താണെങ്കിൽ എന്തിനാ അത്ര കഷ്ടപ്പെട്ട് കൊണ്ടു നടക്കുന്നത്? അതിന് കൈ പിടിച്ച് ഉമ്മ വെച്ച് എനിക്ക് ഉമ്മ വയ്ക്കാൻ വേണ്ടി തന്നു. അങ്ങനെ കേസ് ടെസ്റ്റും പാസ്സായി. തരിപ്പ് കുത്തിത്തരിപ്പ്. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. നടക്കട്ടെ, ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഒരു രസം വേണ്ടേ? പിന്നെ ക്ലോത്ത് കെയർ ടെസ്റ്റ് ആണ്. ആളെന്റെ ഡ്രസ്സ് മാറി കിടക്കണമെന്ന് ശ്രദ്ധിക്കുമെന്നാണ്. ഓഫ് കോഴ്സ് എന്നെ ആള് കവർ ചെയ്യിപ്പിച്ചു. സഹായം ചോദിക്കാൻ വേണ്ടി വന്ന സോറി, ഒരു സഹായമായിട്ട് ചെയ്യാൻ പറ്റില്ല. മിനിമം ഒരു 3 സഹായം ചോദിച്ചാലേ എനിക്കൊരു ത്രില്ലുള്ളൂ. ഞാൻ ആളുടെ ബോയ് ഫ്രണ്ട് ടെസ്റ്റുകൾ കുറച്ച് നടത്തുകയാണ്. ബോയ് ഫ്രണ്ട് ടെസ്റ്റാ? ചെയ്യാം. ഹതഭാഗ്യരായ ഇവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. ഫസ്റ്റ് ഫീഡിംഗ് ടെസ്റ്റ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് ആളുടെ കൈ കൊണ്ട് തന്നെയാണ് എന്നെ ഫീഡ് ചെയ്തത്. സൗന്ദര്യമൊന്നുമല്ല അമ്മച്ചി ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പ്രധാനം. ദൈവം എന്ന് പറയുന്നവൻ ഭയങ്കര ബുദ്ധിമാനാ. പുള്ളിക്കാരൻ അറിയാം ആരുടെ കൈ പണം കൊടുക്കണം, ആരുടെ കൈ പണം കൊടുക്കണ്ടെന്ന്. വാരിക്കൊടുക്കണം. സ്പീഡിൽ കഴിച്ചാൽ എന്താ ടേസ്റ്റ് ഇങ്ങനെ സ്പീഡിൽ കഴിച്ചിട്ടാണ് ഇവിടെ അച്ഛൻ മരിച്ചു പോയത്. ചാപ്പിടാൻ പാടില്ല. അടുത്ത റോഡിൽ കൂടെ നടക്കുമ്പോൾ ആളുടെ കെയറിംഗ് ആയിരുന്നു. ആൾ അതും പാസ്സായി. റോഡ് ടെസ്റ്റും പാസ്സായി. ഇതൊരു ഓപ്പണിംഗ് അല്ലേ ഉള്ളൂ. നിങ്ങൾ നോക്കിക്കോ, ഞാൻ അവളെയും കൊണ്ടേ പോകും. അവള് നിന്നെയും കൊണ്ട് പോകാൻ നോക്കിയോ എന്ന് പറഞ്ഞാല് ഞാൻ എത്ര നേരം ആളെന്റെ കൈ വിട്ടിരിക്കുന്നതാണ് ആ ടെസ്റ്റിന്റെ പേര്. ഇത്ര പെട്ടെന്ന് കൈ തന്നോ? ഇതായിരുന്നെങ്കിൽ ഞാൻ കൈ പറയില്ലായിരുന്നു, വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരേ. കൈ ഇടയ്ക്കൊക്കെ അവനൊന്ന് വിടാനുള്ള ഒരു അവസരം കൊടുക്കണേ, എന്നാലേ അവനൊന്ന് വിടാനുള്ള ഒരു അവസരം കിട്ടും. ഞങ്ങളുടെ പോളിസിയാണ്. നാട്ടിലെ ഞങ്ങൾ ഈ പണിയാ ചെയ്തോണ്ടിരുന്നത്. ആള് വിത്തിൻ സെക്കൻഡ്സ് തന്നെ എന്റെ കൈ ഹോൾഡ് ചെയ്തു. ആ ടെസ്റ്റും ആൾ അങ്ങനെ പാസ്സായി. ഇവന്റെ ബലഹീനത മനസ്സിലാക്കില്ലല്ലോ. ടെസ്റ്റ് എന്ന് പറയുന്നത് സൺലൈറ്റ് ടെസ്റ്റ് ആണ്. ആൾ എന്നെ വെയിലടിക്കാണ്ട് സൂക്ഷിക്കുമെന്നാണ്. ഓഫ്കോഴ്സ് ആളെന്നെ വെയിലടിക്കാണ്ട് സൂക്ഷിച്ചു. അതെന്തായാലും വിയേർഡായിട്ടുണ്ട്. സൂര്യൻ ഇനി അവളെ കാണുമ്പോ തിരിഞ്ഞു നിൽക്കണം. സൂര്യപ്രകാശം അവളുടെ ദേഹത്ത് അടിക്കാൻ പറ്റത്തില്ല. അവൻ വന്ന് നെഞ്ചു വിരിച്ച് നിൽക്കും. പിന്നെ എന്തിനാ മുത്തേ ചേട്ടൻ ജീവിച്ചിരിക്കുന്നേ? അടുത്ത എന്തുവാ? വിൻഡ് ടെസ്റ്റ് ആണ്. ആൾ എന്റെ ഹെയർ ഫ്ലൈ ചെയ്യുന്നത് നോട്ടീസ് ചെയ്യണമായിരുന്നു. ഓഫ്കോഴ്സ് ആൾ നോട്ടീസ് ചെയ്തിട്ട് അത് നല്ല ഒതുക്കി വെച്ചു. പോക്ക് കണ്ടറിയില്ലേ? പ്രേമത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടുള്ള പോക്കാന്ന്. ഈ ദാഹത്തിന് ഇവൻ കൊറേ വെള്ളം കുടിക്കും. ഇയാൾക്ക് എന്തിന്റെ കേടാ? കടൽ തീരത്ത് പോയപ്പോ എന്തോ ചെയ്യും? കടൽക്കാറ്റടിക്കുമ്പോ എന്തോ ചെയ്യും? കടൽക്കാറ്റിനെ തിരിച്ചടിക്കുവോ? പാർട്ട് 2 പാർട്ട് അപ്പൊ പാർട്ട് 8 ചെല്ലണം. കുറച്ചും കൂടെ ഒക്കെ ടെസ്റ്റുകളുടെ എണ്ണം കൂടുമായിരിക്കും. USA എന്ന് പറഞ്ഞാൽ അൺസാറ്റിസ്ഫൈഡ് അക്കൺ. എങ്ങനെയുണ്ട്? ഈ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ഹീസ് എ ബോയ് ഫ്രണ്ട് മെറ്റീരിയൽ. ആള് ബോയ് ഫ്രണ്ട് ആക്കാൻ വേണ്ടി എല്ലാ ടെസ്റ്റും പാസ്സായി വന്നു. എനിക്കൊന്നേ പറയാനുള്ളൂ, ബീഡിയും പടക്കവും അടുത്തടുത്ത് കിടക്കുന്നത്